ഹായ്, എല്ലാവർക്കും സൈറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ കീയെ കുറിച്ചാണ്. അതെല്ലാവരും ആ ടെസ്റ്റ് പേപ്പറൊക്കെ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മൾ അതിന്റെ എങ്ങനെയാണ് നമുക്ക് അതിനെ ചെയ്യാൻ വേണ്ടി പറ്റുക, അതിലെ ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക, നിങ്ങൾ ചെയ്ത ചോദ്യങ്ങളുടെയൊക്കെ ആൻസേഴ്സ് ശരിയാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത് അല്ലെ, ബേസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. എന്തുകൊണ്ട് ബേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ബേസ് ക്ലിയർ ആക്കിയിട്ട് വലിയ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബേസ് ഇല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ടാണ് ബേസ് ക്വസ്റ്റ്യൻസ് ആദ്യം ഇടുന്നത്. ഓരോ ടെസ്റ്റ് പേപ്പർ കഴിയുന്നതോറും ഇതിന്റെ ലെവൽ ഇങ്ങനെ കൂടി വരും. രണ്ടാമത്തെ ടെസ്റ്റ് പേപ്പറിൽ നമ്മൾ വീണ്ടും ബേസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ ഇട്ടിരുന്നത്. സോ അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആ ബേസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് അപ്പോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കുറെ പേർക്കൊക്കെ എല്ലാ ആൻസേഴ്സും കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ, ചെയ്തതൊക്കെ കറക്റ്റ് ആണോ, അത് അടിപൊളിയായിട്ട് തന്നെയാണോ ചെയ്തിരിക്കുന്നത്, എളുപ്പമുള്ള വരിയിൽ തന്നെയാണോ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാനുള്ള ഒരു വീഡിയോ ആണിത്. ഇതുപോലെ ചിലവർക്ക് ചില ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കാനുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. സോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി? അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു അല്ലെ. 1, 2, 4, 7, 11, 16, 17, 19, 22, 26 ഇങ്ങനെ പോവുകയാണെങ്കിൽ താഴെ വന്നിരിക്കുന്നതിൽ ഏതാണ് ഈ സീരീസിൽ വരാത്തത് എന്നുള്ളതാണ്. ഇത് ഒരു പ്രാവശ്യം നെറ്റ് എക്സാമിന് ചോദിച്ച ഒരു മോഡൽ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതേ ക്വസ്റ്റൻ അല്ല, പക്ഷെ ആ ഒരു മോഡലുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ 1, 2, 4, 7, 11, 16, 17, 19, 22, 26 ഇങ്ങനെ പോവുകയാണെങ്കിൽ താഴെ വന്നിരിക്കുന്ന ഏതാണ് അതിൽ വരാത്ത ടേം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇത് തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒന്നിന്റെ ഒപ്പം അല്ലെ ഒന്ന് കൂട്ടിയിട്ടാണ് 2 കിട്ടിയിരിക്കുന്നത്. രണ്ടിന്റെ ഒപ്പം 2 കൂട്ടിയിട്ടാണ് നമുക്ക് 4 കിട്ടാം അല്ലെ. 4ന്റെ ഒപ്പം 3 കൂട്ടിയിട്ടാണ് 7 കിട്ടിയിരിക്കുന്നത്. 7ന്റെ ഒപ്പം 4 കൂട്ടിയിട്ടാണ് 11 കിട്ടിയിരിക്കുന്നത്. 11ന്റെ ഒപ്പം 5 കൂട്ടിയിട്ടാണ് 16 കിട്ടിയേക്കുന്നത്. പക്ഷെ 16 കഴിഞ്ഞിട്ട് പിന്നെ 17 വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 16ന്റെ ഒപ്പം 1 കൂട്ടിയാലാണ് 17 കിട്ടുക. സോ 17ന്റെ ഒപ്പം 2 കൂട്ടിയാലാണ് 19 കിട്ടുക. 19ന്റെ ഒപ്പം 3 കൂട്ടിയാലാണ് 22 കിട്ടുക. സോ 22ന്റെ ഒപ്പം 4 കൂട്ടിയാലാണ് 26 കിട്ടുക. അപ്പൊ നോക്കൂ, ആദ്യം 1 കൂട്ടി, പിന്നെ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, പിന്നെ 4 കൂട്ടി, പിന്നെ 5 കൂട്ടി, വീണ്ടും 1 കൂട്ടി, 2 കൂട്ടി. ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. ആദ്യം 1 കൂട്ടണം, പിന്നെ 2 കൂട്ടണം, അങ്ങനെ 5 വരെ കൂട്ടണം, വീണ്ടും 1 വെച്ച് കൂട്ടണം, 2 വെച്ച് കൂട്ടണം, അങ്ങനെ 5 വരെ കൂട്ടണം, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതാണ് ട്രിക്ക്. ഇതാണ് ഇതിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് അടുത്ത എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ളത് നോക്കുമ്പോൾ അടുത്ത എത്രയാ കൂട്ടേണ്ടത്? 26 കഴിഞ്ഞ് 5 കൂടണം അല്ലെ. 26ന്റെ ഒപ്പം 5 കൂട്ടിയാൽ 31 ആയിരിക്കും അടുത്ത് വരിക. പിന്നെ എത്രയാ കൂട്ടേണ്ടത്? 1 മുതൽ 5 വരെ കൂട്ടി കഴിഞ്ഞാൽ വീണ്ടും എത്രയാ കൂട്ടേണ്ടത്? നമ്മൾ ഒന്നാണ് കൂട്ടേണ്ടത് അല്ലെ. അപ്പൊ 31ന്റെ ഒപ്പം 1 കൂട്ടിയാൽ 32. അടുത്ത 2 കൂട്ടണം. 32ന്റെ ഒപ്പം 2 കൂട്ടിയാൽ 34 അല്ലെ. 34ന്റെ ഒപ്പം 3 കൂട്ടിയാൽ 37 കിട്ടും അല്ലെ. പിന്നെ 4 കൂട്ടണം. 37ന്റെ ഒപ്പം 4 കൂട്ടിയാൽ എത്ര കിട്ടും? 41 കിട്ടും. പിന്നെ 5 കൂട്ടണം അല്ലെ. 41ന്റെ ഒപ്പം 5 കൂട്ടിയാൽ 46 കിട്ടും. അപ്പൊ ഇവിടെ 46 എന്തായാലും വരും എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം നമ്മളിവിടെ പറഞ്ഞ ഇത് ചോദ്യം എന്താണ്? ഇതിൽ ഏതാണ് അതിൽ വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. 46 എന്തായാലും വരുന്നത് നമുക്ക് ഉറപ്പായി അല്ലെ. ഇനി അടുത്ത എത്രയാ കൂട്ടേണ്ടത്? 46ന്റെ ഒപ്പം അടുത്ത എത്രയാ കൂട്ടേണ്ടത്? 1 ആണ് കൂട്ടേണ്ടത് അല്ലെ. 46 പ്ലസ് 1 ആണ് കൂട്ടേണ്ടത്. കാരണം 1 മുതൽ 5 വരെ നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ല. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. വീണ്ടും 1 കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. 46ന്റെ ഒപ്പം 1 കൂട്ടുമ്പോൾ 47. അടുത്ത് 47ന്റെ ഒപ്പം 2 കൂട്ടുമ്പോൾ 49 ആണ് വരിക. നോക്കൂ, ഇവിടെ 46ഉം 47ഉം 49ഉം ഇതിനിടയിൽ വരും. പക്ഷെ എന്ത് വരില്ല? 48 വരില്ല. സോ ഇവിടെ വരാത്തത്, ഈ സീരീസിൽ വരാത്ത സംഖ്യ ഏതാണെന്ന് ചോദിച്ചു, ഏതായിരിക്കും? 48 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ആ പാറ്റേൺ മനസ്സിലാക്കും. ഇവിടെ എന്താണ് പാറ്റേൺ? 1 മുതൽ 5 വരെ കൂട്ടുക, വീണ്ടും 1 മുതൽ 5 വരെ കൂട്ടുക. ഇതാണ് പാറ്റേൺ എന്ന് പറയുന്ന സാധനം. ആ ഒരു രീതിയിൽ പോകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെ ഇവിടെ തരുള്ളൂ. ഇങ്ങനെ എഴുതി എഴുതി തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ തരുള്ളൂ. അത് നോക്കുക, ചെയ്യാം. ഇത്രേ ഉള്ളൂ പണി. ക്ലിയർ ആണോ? ഈ ഒരു മോഡൽ നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ആ ക്വസ്റ്റ്യന്റെ മോഡൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 5,92,704 എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ 5,92,704 ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. ഏതൊരു സംഖ്യ 3 പ്രാവശ്യം ഗുണിച്ചപ്പോൾ 5,92,704 കിട്ടിയിരിക്കുന്നു. അപ്പൊ ഏത് സംഖ്യ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 82നെയാണോ 84നെയാണോ 74നെയാണോ 72നെയാണോ 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 5,92,704 കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പോലെ തന്നെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി പോലെ തന്നെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയുണ്ട്. അത് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോ ഇതിന് നമുക്ക് വേണ്ടത് അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകൾ നമുക്ക് കാണാൻ അറിയണം എന്ന് പറഞ്ഞതുപോലെ തന്നെ 1 മുതൽ 9 വരെയുള്ള ക്യൂബുകൾ നമുക്ക് കാണാൻ അറിയണം. ഓക്കെ, എത്രയാണ് ഒന്നിന്റെ ക്യൂബ്? ഒന്നിന്റെ ക്യൂബ്
1 അല്ലെ? 2ന്റെ ക്യൂബ് 8 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 കിട്ടും അല്ലെ? 3ന്റെ ക്യൂബ് 3 ഇൻറ്റു 3 9 9 ഇൻറ്റു 3 27 അടുത്തത് 4ന്റെ ക്യൂബ് നോക്കുമ്പോൾ നമുക്കറിയാം 64 ആയിരിക്കും വരിക അല്ലെ? 5ന്റെ ക്യൂബ് 125 ആയിരിക്കും വരിക അല്ലെ? 6ന്റെ ക്യൂബ് 216 ആയിരിക്കും വരിക ആൻഡ് 7ന്റെ ക്യൂബ് 343 ആയിരിക്കും വരിക അല്ലെ? 8ന്റെ ക്യൂബ് 512 ആയിരിക്കും വരിക അല്ലെ? 8ന്റെ ക്യൂബ് 512 ആൻഡ് 9ന്റെ ക്യൂബ് 729. ഇത്രയും സാധനങ്ങൾ ഒന്ന് കാണാൻ നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, 1 മുതൽ 9 വരെയുള്ള ക്യൂബ് കൃത്യമായി നമ്മൾ കാണാണ്ട് പഠിച്ചു വെക്കണം. ഇതിന് മാത്രമല്ല ഉപകാരപ്പെടും, വേറെ പല സാധനങ്ങൾക്ക് നമുക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 5,92,704 എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ എത്ര സ്ഥാനം മാറ്റിയിട്ടായിരുന്നു കോമ ഇട്ടത്? 2 സ്ഥാനം മാറ്റിയിട്ടായിരുന്നു കോമ ഇട്ടത്. ക്യൂബ് റൂട്ട് കാണുമ്പോൾ 3 സ്ഥാനങ്ങൾ മാറ്റി കോമ ഇടാൻ ശ്രമിക്കാം. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി കോമ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കാം. 4 ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ്. 1 മുതൽ 9 വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്ന ഏതിന്റെയാ നോക്കിക്കേ. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്ന ഒറ്റ സ്ഥാനത്തിന്റെ ഉള്ളൂ അല്ലെ? ഇവിടെ 4ന്റെ ക്യൂബ് ആയിട്ടുള്ള 64 മാത്രമേ അവസാനത്തെ ഡിജിറ്റ് 4 വരുന്നുള്ളൂ. അത് ഏതിന്റെ ക്യൂബ് ആണെന്ന് നോക്കിയിട്ട് അത് ഇവിടെ എഴുതി വെക്കാം. ഇവിടെ 4ന്റെ ക്യൂബ് ആണല്ലോ, സോ അതുകൊണ്ടാണ് 4 എഴുതി വെച്ചത് കേട്ടോ. ഇവിടുത്തെ അവസാനത്തെ ഡിജിറ്റ് 4 ആയതുകൊണ്ടല്ല ഞാൻ അവിടെ 4 എന്ന് എഴുതി വെച്ച്. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ആയിട്ടുള്ള 4 വരുന്നത് 4ന്റെ ക്യൂബിലാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ 4 എന്ന് എഴുതി വെച്ചത്. ഓക്കെ, ഇനി ചെയ്യേണ്ട പരിപാടി ഈ കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യയെ നമ്മൾ ഒന്നിച്ച് വായിക്കുന്നു. 592. 592 തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കിക്കേ. 592 തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് യെസ് 512 ആണ്. 592 തൊട്ട് താഴെ വരുന്ന 512 ആണ്. അത് ഏതിന്റെയാണ്? 8ന്റെയാണ്. സോ ആ 8 ഇവിടെ എഴുതി വെച്ചാൽ നമ്മുടെ ആൻസർ ആയി 84 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആണോ? ഏറ്റവും ആദ്യം ചെയ്തത് 3 സ്ഥാനം മാറ്റി കോമ ഇട്ടു. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നമ്മൾ നോക്കി. 1 മുതൽ 9 വരെയുള്ള ക്യൂബുകളിൽ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്ന ഏതിന്റെയാ നോക്കിയപ്പോൾ 4ന്റെ ആണെന്ന് മനസ്സിലായി. ആ 4 അവിടെ എഴുതി വെച്ചു. കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യ ഒന്നിച്ച് വായിച്ചു. അത് 592. അതിന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് ക്യൂബ് ഏതാണെന്ന് നോക്കിയപ്പോൾ 512 ആണ്. അത് ഏതിന്റെയാണ് നോക്കി? 8ന്റെയാണ്. സോ ദ ആൻസർ ഈസ് 84. ക്ലിയർ ആണോ? സിമ്പിൾ ആണ് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ. പെർഫെക്റ്റ് ക്യൂബ് മാത്രമേ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ അവിടെ എഴുതി 84 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതാണ് ചോദ്യം. 10 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 15/5 മൈനസ് 30 ബൈ ബ്രാക്കറ്റിനുള്ള 2 ഇൻറ്റു 3. ഇങ്ങനെ ഇൻറ്റു പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് ഇതെല്ലാം കൂടെ ഒരു സംഖ്യക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ ഏത് ഓർഡറിൽ ചെയ്തു വരാൻ പറ്റില്ല? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്നുള്ള ഓർഡറിൽ ചെയ്തു വരാൻ വേണ്ടി പറ്റില്ല. 10 ഇൻറ്റു 2 20, 20 ഒപ്പം 2 കൂട്ടി 22, 22 15 കൊണ്ട് ഗുണിക്കുക, പിന്നെ അതിന് 5 കൊണ്ട് ഗുണിക്കുക. ഈ പരിപാടി നടക്കില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു റൂൾ ഉണ്ട്. ആ റൂളിന്റെ പേരാണ്, എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ബോഡ് മാസ്. ഇങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചു വരികയാണെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള റൂളിന്റെ പേരാണ് ബോഡ് മാസ്. പിക്ക് ബ്രാക്കറ്റ് എന്നാണ് നമ്മൾ പറയാം അല്ലെ? ബി മീൻസ് ബ്രാക്കറ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യത്തിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയും അഥവാ ആ ബ്രാക്കറ്റിനകത്ത് കൊടുത്തിരിക്കുന്ന സംഭവം എന്താണോ അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ വരുന്ന സാധനമാണ് ഓക്കെ, പിന്നെ വരുന്നതാണ് ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരിക്കലാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് തന്നെ പറഞ്ഞു തരും. 5 ഓഫ് 3 അല്ലെങ്കിൽ 6 ഓഫ് 7 എന്ന് പറഞ്ഞു തരുന്നതിനെയാണ് ഓഫ് എന്ന് പറയാം. ശരിക്കും അതോടെ ഇൻറ്റു ആണ്, പക്ഷെ അത് ഡിവിഷന് മുമ്പ് ചെയ്യണം എന്ന് മാത്രം. സാധാരണ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്യുക. പക്ഷെ ഓഫ് എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അത് എന്തിനു മുമ്പ് ചെയ്യണം? നമ്മുടെ ഡിവിഷന് മുമ്പ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടീഷൻ. എം മൾട്ടിപ്ലിക്കേഷൻ ആണ്, എ അഡീഷൻ ആണ് അല്ലെ, ആൻഡ് എസ് സബ്ട്രാക്ഷൻ ആണ് അല്ലെ. എസ് എന്ന് മീൻസ് സബ്ട്രാക്ഷൻ ആണ് എസ് എന്ന് പറയുന്ന സാധനം. അപ്പോ ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, ബ്രാക്കറ്റ്, ഓഫ് ഇങ്ങനെയൊക്കെ വെച്ച് തരികയാണെങ്കിൽ അതിലെ നമുക്ക് ഒരിക്കലും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡയറക്റ്റ് ചെയ്തു വരാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൂൾ അനുസരിച്ചാണ്, ബോഡ് മാസ് റൂൾ അനുസരിച്ചാണ്. ബി ഫോർ ബ്രാക്കറ്റ്, ഓ ഫോർ ഓഫ്, ഡി ഫോർ ഡിവിഷൻ, എം ഫോർ മൾട്ടിപ്ലിക്കേഷൻ, എ ഫോർ അഡീഷൻ ആൻഡ് എസ് ഫോർ സബ്ട്രാക്ഷൻ. ഏറ്റവും ആദ്യം ബ്രാക്കറ്റിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യണം, പിന്നെ ഓഫ് വല്ലതും ചെയ്യണം, പിന്നെ ഹരിക്കണം, പിന്നെ ഗുണിക്കണം, പിന്നെ കൂട്ടണം, പിന്നെ കുറയ്ക്കണം. ഓക്കെ, കൂട്ടലും കുറയ്ക്കലും ഒന്നും ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ബാക്കിയെല്ലാം ആ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്തു വരണം. ഓക്കെ, ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ചെയ്യേണ്ടത് ഏതാണ്? 10 ഇൻറ്റു 2 അല്ലെ പ്ലസ് 2 ഇൻറ്റു 15 ബൈ 5 മൈനസ് 30 ഡിവൈഡഡ് ബൈ
2 ഇൻറ്റു 3 ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മളിവിടെ ഏതാണ് ആദ്യം ചെയ്യേണ്ടി വരിക? നമ്മുടെ ഇതനുസരിച്ച് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റ് ഉണ്ടോ? യെസ്, ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ. ബ്രാക്കറ്റിനകത്ത് എന്ത് വന്നാലും കുഴപ്പമില്ല, അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പരിപാടി. അപ്പൊ ബ്രാക്കറ്റിനകത്ത് എന്താ നിൽക്കണേ? 2 ഇൻറ്റു 3 ആണ്. 2 ഇൻറ്റു 3ന്റെ ആൻസർ മാത്രം നമ്മളിപ്പോ ചെയ്താൽ മതി. അതിന് ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതണം. ഓക്കെ, 10 ഇൻറ്റു ഇതിനും കുറച്ചും കൂടെ എളുപ്പമുള്ള വഴി ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 10 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 15/5 മൈനസ് 30 ഡിവൈഡഡ് ബൈ, ബാക്കി ഒന്നിനും ഒരു മാറ്റം വരുത്തരുത്, ചിഹ്നങ്ങളെല്ലാം അതേപോലെ ഇടണം, സംഖ്യകളെല്ലാം അതേപോലെ എഴുതണം. എന്നിട്ട് ഈ 2 ഇൻറ്റു 3ന് പകരം അവിടെ 6 എന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രാക്കറ്റ് കഴിഞ്ഞില്ലേ? ബ്രാക്കറ്റിനകത്ത് ഒരു സിംഗിൾ ആൻസർ വരുന്ന വരെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് പോകണം. ഇവിടെ 2 ഇൻറ്റു 3 ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്നുള്ള ആൻസർ കിട്ടുന്നുള്ളത് കൊണ്ട് നമ്മൾ 6 എന്ന് എഴുതി. പക്ഷെ ചില കേസുകളിൽ ബ്രാക്കറ്റിനുള്ളിൽ ഇതുപോലെ കുറെ സാധനങ്ങൾ വരുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ചോദ്യം നമുക്ക് വരുന്നുണ്ട്. അത് വരും, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് വല്ലതും ഉണ്ടോ നോക്കി. ഓഫ് എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. അടുത്ത നമ്മൾ നോക്കേണ്ടത് ഡിവിഷൻ ആണ്, ഹരിക്കലാണ്. സോ ഹരിക്കൽ നമുക്കറിയാം, ഇവിടെ ഹരിക്കലുണ്ട്, ഇവിടെയും ഹരിക്കലുണ്ട്. ഇത് രണ്ടും നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഹരിക്കൽ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതുന്നു. ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു എന്ന് എഴുതുന്നു. എന്നിട്ട് 15/5ന്റെ ആൻസർ എഴുതുന്നു. എത്രയാണ് 15/5? 3 ആണ് അല്ലെ. അപ്പൊ 3 എന്ന് എഴുതുന്നു. മൈനസ് 30/6ന്റെ ആൻസർ എത്രയാണ്? 5 എന്നുള്ളത് നമ്മൾ അവിടെ എഴുതുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഹരിക്കാനുള്ള രണ്ട് സാധനങ്ങളെയും ഹരിച്ച് അതിന്റെ ആൻസർ മാത്രം കറസ്പോണ്ടിങ് സാധനങ്ങൾ എഴുതി. അതിന് മുന്നുള്ള ചിഹ്നം മാറ്റിയിട്ടില്ല, അതിന്റെ ഒരു സാധനങ്ങളും വേറൊരു സംഖ്യയും നമ്മൾ മാറ്റിയിട്ടില്ല. ഓക്കെ, പിന്നെ ഏത് ചെയ്യണം? ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? 10 ഇൻറ്റു 2 വന്നിട്ടുണ്ട്, 2 ഇൻറ്റു 3 വരുന്നുണ്ട്. രണ്ടും ഒന്നിച്ച് ചെയ്യാം. 10 ഇൻറ്റു 2 20 പ്ലസ് 2 ഇൻറ്റു 3 6 മൈനസ് 4. ഇനി പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ ഒരു ഓർഡർ അനുസരിച്ച് ചെയ്തു വന്നു. അത് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കൂട്ടിയിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ചിട്ട് കൂട്ടണം അങ്ങനെയൊന്നുമില്ല. ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തു വന്നോളൂ. 20 മാർക്ക് 26, 26 5 പോയ 21 നമ്മുടെ ആൻസർ ആയിട്ട് വരും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 21. കിട്ടിയോ? അപ്പൊ ഇത് ഇങ്ങനെ കുറെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തു വരുമ്പോൾ നമുക്ക് സമയം വെറുതെ പോകും. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം എന്നുള്ളത് കൂടി ഇവിടെ വെച്ച് തന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത് കേട്ടോ. സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ അതിന് വേണ്ടി ഞാൻ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാണ്. 10 ഇൻറ്റു 2 പ്ലസ് 2 ഇൻറ്റു 15/5 മൈനസ് 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ പ്ലസും മൈനസും വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഓരോ സ്ലാഷ് ഇടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ, അതായത് അതിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അതിന്റെ ബാക്കിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾ സ്ലാഷ് ഇട്ടു. ഇവിടെ ഇങ്ങനെ ഒരു സ്ലാഷ് ഇട്ടു, ഇവിടെ അങ്ങനെ ഒരു സ്ലാഷ് ഇട്ടു, മൈനസ് വരുന്നതുകൊണ്ട്. പിന്നെ ബാക്കി എവിടെയും വരുന്നില്ല. സോ ഈ രണ്ട് ഭാഗങ്ങളിൽ ഞാൻ ഓരോ സ്ലാഷ് ഇട്ട് വെച്ചു. പ്ലസും മൈനസും വരുന്ന സ്ഥലങ്ങളിൽ മാത്രം. പ്ലസും മൈനസും വരുന്ന ഭാഗങ്ങൾ വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ഈ 10 ഇൻറ്റു 2നെ ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. 2 ഇൻറ്റു 15/5നെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. 30/2 ഇൻറ്റു 3നെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ ഇതിനകത്ത് ഓരോന്നിലും നിങ്ങൾ വേണമെങ്കിൽ ഓരോ സെപ്പറേറ്റ് ബോർഡ് മാസ് അപ്ലൈ ചെയ്തോളൂ. എന്ന് വെച്ചാൽ 10 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ 20 എന്നുള്ള ആൻസർ കിട്ടാം. അത് നമുക്ക് ഡയറക്റ്റ് എഴുതും. അവിടെ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, ഇവിടെ ഡയറക്റ്റ് എഴുതാം. ഓക്കെ, പ്ലസിനോ മൈനസിനോ ഫ്രണ്ടിലുള്ള സാധനങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ബോർഡ് മാസ് അപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് ആലോചിക്കാം. 20 എന്ന് എഴുതി, എന്നിട്ട് ഈ പ്ലസ് എടുത്ത് നമ്മൾ അതേപോലെ തന്നെ എഴുതി. ഇനി ഇവിടെ നോക്കുമ്പോൾ ഇൻറ്റു ഉണ്ട്, ഡിവൈഡർ ബൈ ഉണ്ട്. നമ്മൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ ആദ്യം ചെയ്യണം അല്ലെ. ഇൻറ്റു ഡിവൈഡഡ് ബൈ വരുമ്പോൾ നമ്മൾ ഈ ഒരു ബോർഡ് മാസ് അനുസരിച്ച് ഏതാണ്? ഹരിക്കൽ ആദ്യം ചെയ്യണം. സോ ഹരിക്കൽ ആദ്യം ചെയ്തു. 15/5 3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ആ 3നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അടുത്ത അതല്ലേ പരിപാടി. ഇവിടെ 3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ഇൻറ്റു 3. 2 ഇൻറ്റു 3 എത്രയാണ്? 6 എന്ന് കിട്ടും അല്ലെ. അപ്പൊ 6 എന്ന് എഴുതി. മൈനസ് ഇവിടെയുള്ള മൈനസിന് നമ്മൾ അതേപോലെ തന്നെ എഴുതി കേട്ടോ. ഇനി അടുത്തത് 30 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ഡിവൈഡർ ബൈ ഉണ്ട്, ബ്രാക്കറ്റ് ഉണ്ട് അവിടെ അല്ലെ. നമ്മൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ബോർഡ് മാസ് അനുസരിച്ച് ബ്രാക്കറ്റ് ആണ് സെപ്പറേറ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ 2 ഇൻറ്റു 3 ഗുണിച്ചു. 2 ഇൻറ്റു 3 എത്രയാണ്? 6 എന്ന് കിട്ടി. എന്നിട്ട് 30നെ 6 കൊണ്ട് ഹരിച്ചു. 30നെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. സോ 20 പ്ലസ് 6 മൈനസ് 5 ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 21 എന്ന് കിട്ടും. ഒരൊറ്റ സ്റ്റെപ്പിൽ, അതായത് നമ്മൾ ഇവിടെ 3 4 സ്റ്റെപ്പ് ചെയ്തത് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പ്ലസും മൈനസും വെച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്താൽ മനസ്സിലാവും.
എന്നിട്ട് ഈ പ്ലസിന് മുമ്പുള്ളതോ അല്ലെങ്കിൽ പ്ലസിന് ശേഷമുള്ളതോ ആയിട്ടുള്ള സംഖ്യകളിൽ അല്ലെങ്കിൽ മൈനസിന് മുമ്പോ മൈനസിന് ശേഷമുള്ള സംഖ്യകളിൽ നമ്മൾ സെപ്പറേറ്റ് മോഡ് മാസ് അപ്ലൈ ചെയ്യും വേണം. അതായത് ഓരോന്നിനും ഓരോ യൂണിറ്റ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഓക്കെ, അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ള ലെവലിൽ പരിഗണിക്കാം. എന്നിട്ട് ആ പ്ലസിന് പകരം ആ പ്ലസ്, മൈനസിന് പകരം മൈനസ് എന്നുള്ള ലെവലിൽ ഇട്ടാൽ മതി. ഓക്കെ, അല്ലാതെ നമ്മൾ ഇതെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ചെയ്തു വരാൻ ആവശ്യമില്ല. ക്ലിയർ ആണോ? ഒരു ദിവസം നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 6353. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ദാറ്റ് മീൻസ് ടെസ്റ്റ് 1 പേപ്പറിൽ നമ്മൾ പഠിച്ച സാധനമാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കൽ. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു നമ്മൾ ചെയ്ത്? ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഇങ്ങോട്ട് ഒരു 2 സ്ഥാനം മാറ്റി കോമയിട്ട് അല്ലെ? ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 2 സ്ഥാനം മാറ്റി കോമയിട്ട് ഇവിടെ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് നോക്കി 3. 1 മുതൽ 9 വരെയുള്ള സ്ക്വയറുകളിൽ അവസാനത്തെ ഡിജിറ്റ് 3 വരുന്ന ഏതെങ്കിലും ഉണ്ടോ? 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്, 3ന്റെ സ്ക്വയർ 9 ആണ്, 4ന്റെ സ്ക്വയർ 16, അവസാനത്തെ ഡിജിറ്റ് 6 ആണ്, 5ന്റെ സ്ക്വയർ 25, അവസാനത്തെ ഡിജിറ്റ് 5 ആണ്, 6ന്റെ 36 ആണ്, അവസാനത്തെ ഡിജിറ്റ് 6 ആണ്, 7ന്റെ 49 ആണ്, അവസാനത്തെ ഡിജിറ്റ് 9 ആണ്, 8ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64 ആണ്, അവസാനത്തെ ഡിജിറ്റ് 4 ആണ്, 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്, അവസാനത്തെ ഡിജിറ്റ് 1 ആണ്, 10ന്റെ സ്ക്വയർ 100 ആണ്, അവസാനത്തെ ഡിജിറ്റ് 0 ആണ്. 3 വരുന്നില്ല എവിടെ? അല്ലെ? അപ്പൊ അങ്ങനെ 3 വരുന്നില്ലെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നാണ് അർത്ഥം. അതായത് നമുക്കിപ്പോ പറയുന്ന പോലെ 79ന്റെ സ്ക്വയർ, 69ന്റെ സ്ക്വയർ, 72ന്റെ സ്ക്വയർ ഇതൊന്നുമല്ല, ഒരു പോയിന്റ് സംഖ്യയുടെ സ്ക്വയർ ആയിരിക്കും ഇത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓൾറെഡി ഓപ്ഷനിലും എല്ലാം പോയിന്റ് സംഖ്യകളാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് നോക്കാൻ നിൽക്കണ്ടേ? ഓക്കെ, ഇനി നമ്മുടെ പണി ഈ കോമയ്ക്ക് ഇപ്പുറത്തുള്ള സംഖ്യയെ ഒന്നിച്ച് വായിക്കുക എന്നുള്ളതാണ്. 63 ആണ്. 63ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 63 നമ്മുടെ മറ്റേതിൽ ചെയ്ത പോലെ തന്നെ മറ്റേ സംഭവം വേണം. അതായത് അവസാനത്തെ ഡിജിറ്റ് നോക്കിയിട്ട് നമ്മൾ ഒരു സംഖ്യ അവിടെ എഴുതുന്നു, 2 സംഖ്യകൾ എഴുതുന്ന ആ സ്റ്റെപ്പ് വേണ്ട. പകരം നമ്മൾ 63 നോക്കി, 63ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? ഓക്കെ, 63ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 7ന്റെ സ്ക്വയർ ആയിട്ടുള്ള 49 അല്ലേ? കാരണം 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അത് 63നേക്കാൾ വലുതാണ് അല്ലേ? ാണ് വരുന്നത് 49 ആണ്. അത് ഏതിന്റെയാണ്? 7ന്റെയാണ്. ഇവിടുത്തെ ആൻസർ 70നും 80നും ഇടയ്ക്കായിരിക്കാം. ഓക്കെ, 70നും 80നും ഇടയ്ക്കായിരിക്കും. 63ന് തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി, 49 മനസ്സിലാക്കി, എന്നിട്ട് 7 എഴുതി, എന്നിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. 70നും 80നും ഇടയ്ക്കായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കട്ട് ചെയ്യാം നമുക്ക്? 69.2 വരില്ല, 62.7 വരില്ല അല്ലെ? 70നും 80നും ഇടയ്ക്കാണ് ഇവിടുത്തെ ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇപ്പോഴും പക്ഷെ ഓപ്ഷനിൽ 79.7 ഉണ്ട്, 72.2 ഉണ്ട് അല്ലെ? ഇതിൽ ഏതാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഏകദേശം 70ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4900 ആണ്. 70ന്റെ സ്ക്വയർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 7ന്റെ സ്ക്വയർ എടുത്താൽ 49 എഴുതുക, എന്നിട്ട് 2 0 അതിനോട് ഇട്ട് കൊടുക്കുക. അപ്പൊ 4900 ആണ്. ഓക്കെ, 80ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6400 ആണ്. ഓക്കെ, ഏകദേശം 6400നോട് ചേർന്നല്ലേ 6353 വരുന്നത്? 80നോട് അടുത്തായിരിക്കും ആൻസർ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. സോ അങ്ങനെയുള്ള ഒരു ലെവലിൽ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 79.7 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. എന്താണ് ചെയ്തത്? 70ന്റെ സ്ക്വയർ 4900, 7ന്റെ സ്ക്വയർ 49, പിന്നെ ഒരു 2 0. 80ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 8ന്റെ സ്ക്വയർ 64, ഒരു 2 0 ഇട്ട് കൊടുത്തു. 6400 ആണ് കിട്ടി. 6353 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം 6400 എടുത്ത് കിടക്കുന്ന സാധനല്ലേ? പിന്നെ 80ന് തൊട്ടടുത്തായിരിക്കില്ല ആൻസർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 79 ആയിരിക്കും. ഇത് ഇങ്ങനെ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും കൂടെ കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഇതിനോട് അടുത്ത് കിടക്കുന്ന എന്നുള്ളതില്ല, ഏകദേശം ഇതിന് അടുക്ക് വരുന്ന ലെവലിലൊക്കെ ചിലപ്പോൾ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 70നും 80നും ഇടയ്ക്കുള്ള 75ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമല്ലേ? എങ്ങനെയാ ചെയ്യാ? യുടെ സ്ഥാനത്ത് 5 ആണെങ്കിൽ ഏറ്റവും അവസാനത്തെ 2 ഡിജിറ്റ് 25ഉം, പിന്നെ 7ന്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 8 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ? 7 എത്രയാണ്? 56 ആണ്. 5625 ആയിരിക്കും 75ന്റെ സ്ക്വയർ എന്ന് നമുക്കറിയാം. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ 5625നേക്കാൾ വലുതാണോ ചെറുതാണോ 6353? വലുതാണ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി 6353ന്റെ റൂട്ട് എന്ന് പറയുന്നത് 75നേക്കാൾ വലുതായിരിക്കും അല്ലെ? ഇപ്പൊ 75നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക? 79.7 തന്നെയല്ലേ വരിക? അപ്പൊ ഈ 2 രീതിയിലും കണ്ടുപിടിക്കാം കേട്ടോ. ഒന്നുകിൽ ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള 70നും 80നും ഇടയ്ക്കുള്ള 75ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനേക്കാൾ വലുതാണോ ചെറുതാണോ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ നോക്കിയിട്ട്, വലുതാണെങ്കിൽ 75നേക്കാൾ വലിയൊരു ആൻസർ ആയിരിക്കും, ചെറുതാണെങ്കിൽ 75നേക്കാൾ ചെറിയൊരു ആൻസർ ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സംഭവങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു ആൻസർ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ക്യൂബ് റൂട്ട് ഓഫ് 175.610. അവിടെ പോയിന്റ് സംഖ്യയാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താന്ന് വെച്ചാൽ 175/616 എന്ന സംഖ്യയുടെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. അപ്പൊ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മളിപ്പോ കുറച്ച് മുമ്പ് പഠിച്ചോളൂ. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് ഇങ്ങോട്ട് 3 സ്ഥാനം മാറ്റി കോമയിട്ട്. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 6 വരുന്നത് 1 മുതൽ 9 വരെയുള്ള ക്യൂബുകളിൽ ഏതിന്റെയാണ്? യെസ്, 6ന്റെ ക്യൂബ് ആയിട്ടില്ലാണ് 216 എന്ന് വരുന്നത്. അപ്പൊ 6 എന്ന് എഴുതി വെച്ചു. ഇനി 175ന് തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് ക്യൂബ് നമ്മൾ നോക്കിയപ്പോൾ യെസ് 5 ആണ് വരുന്നത് അല്ലെ. 5ന്റെ ക്യൂബ് ആയിട്ടുള്ള 125 ആണ് വരുന്നത്. സോ 56 ആയിരിക്കും ഇവിടുത്തെ പോയിന്റ് ഇല്ലാത്ത ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾ പോയിന്റ് സംഖ്യ വരുന്ന സമയത്ത് ക്യൂബ് റൂട്ട് ആണെങ്കിൽ ക്യൂബ് റൂട്ട് ആണെങ്കിൽ ആൻസറിൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം ഉണ്ട് നോക്കും. ആൻസറിൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം അവിടെയുള്ള 6 1 6 എന്ന് പറയുമ്പോൾ എത്ര സ്ഥാനങ്ങളിൽ? 3 സ്ഥാനങ്ങളുണ്ട് അല്ലെ. സോറി, ആൻസറിൽ ക്വസ്റ്റ്യനിൽ എത്ര സ്ഥാനം ഉണ്ട് നോക്കും. ക്വസ്റ്റ്യനിൽ 3 സ്ഥാനമുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസറിൽ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ ക്യൂബിനകത്ത് പോയിന്റിന് ശേഷം 3 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോ അതിനെ എത്ര സ്ഥാനങ്ങളുണ്ടോ അതിനെ ബൈ 3 ചെയ്യാം. 3 സ്ഥാനമുള്ളതാണ് 3/3. എത്ര സ്ഥാനമായിരിക്കും ആൻസറിൽ ഉണ്ടാവേണ്ടത്? ഒരു സ്ഥാനമായിരിക്കണം ആൻസറിൽ ഉണ്ടാവേണ്ടത്. 56 എന്നുള്ളതിൽ ഒരു സ്ഥാനം വരണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഇതിനിടയ്ക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ പോയിന്റിന് ശേഷം ഒരു സ്ഥാനം വന്നില്ലേ? സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 5.6. അപ്പൊ ക്യൂബ് റൂട്ടിനകത്ത് ക്യൂബിനകത്ത് പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങൾ ഉണ്ട് നോക്കിയിട്ട് അതിനെ ബൈ 3 ചെയ്യുന്നതായിരിക്കും ക്യൂബ് റൂട്ടിനകത്തുള്ള പോയിന്റിന്റെ എണ്ണം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആൻസറുള്ള പോയിന്റ് എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്യൂബ് റൂട്ടിനകത്ത് 6 സ്ഥാനം വരികയാണെങ്കിൽ ഇതേ ചോദ്യം ക്യൂബ് റൂട്ട് ഓഫ് 0.175616 എന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം 175 616 ആൻസർ കണ്ടുപിടിച്ച് എഴുതാം. 56 എന്നുള്ളത് നമുക്ക് കിട്ടും, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ. ഒരു പോയിന്റ് ശേഷം എത്ര അക്കമുണ്ട് നോക്കി. 6 അക്കങ്ങളാണ് അല്ലെ. അപ്പൊ ആ 6നെ 3 വെച്ച് ഹരിക്കണം. 6നെ 3 വെച്ച് ഹരിച്ച് എത്ര കിട്ടാം? 2 എന്ന് കിട്ടും. ക്യൂബ് റൂട്ട് ആയതുകൊണ്ടാണ് 3 വെച്ച് ഹരിക്കുന്നത്. 6നെ 3 വെച്ച് ഹരിച്ച് 2 എന്ന് കിട്ടി. പോയിന്റിന് ശേഷം ആൻസറിൽ പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ വേണം എന്നാണ് അർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 0.56 ഇട്ടാൽ പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ വരുന്നില്ലേ? സോ ക്യൂബ് റൂട്ട് ഓഫ് 0.175616 ആൻസർ എത്രയായിരിക്കും? 0.56 ആയിരിക്കും. ഓക്കെ, ഇതേ ചോദ്യം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 0.00017561 എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റിന് ശേഷം 9 അക്കങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസറിൽ ആദ്യം 56 എന്ന് എഴുതി വെച്ചു. ആൻസറിൽ നമ്മൾ എന്ത് ചെയ്തു? 9 അക്കങ്ങളുണ്ട്. 9/3 3 അക്കങ്ങളായിരിക്കും നമുക്ക് ആൻസറിൽ വേണ്ടത്. അപ്പൊ 3 അക്കങ്ങൾ വേണമെങ്കിൽ എങ്ങനെ വേണം? 0.056 എന്നായിരിക്കും വരേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നെറ്റ് എക്സാമിന് ഡയറക്റ്റ് ചോദ്യമായി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. റീസണിംഗ് സെക്ഷനിലുള്ള ചോദ്യമാണ്. എഡ്യൂക്കേഷനെ NOITACUDE എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റെഡ് ഫോർട്ടിന് എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. സി, എഡ്യൂക്കേഷനും ഈ NO ആ സാധനവും തമ്മിലുള്ള ഒരു ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഡ്യൂക്കേഷൻ ഒന്ന് തിരിച്ചിട്ട് നോക്കിയേ. എഡ്യൂക്കേഷൻ തിരിച്ചിട്ട് എങ്ങനെ വരിക? N ആദ്യം വരും അല്ലെ, പിന്നെ O വരും, പിന്നെ I വരും, പിന്നെ T വരും, പിന്നെ A വരും, പിന്നെ C വരും അല്ലെ, പിന്നെ U വരും, പിന്നെ D വരും, E വരും. നോക്കൂ, ഇത് തന്നെയല്ലേ ഇത് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻ നേരെ തലതിരിച്ചിട്ടേക്കുന്നതാണ് അവിടെ തന്നിരിക്കുന്ന കോഡ്. അപ്പൊ എന്താണ് കോഡ്? നേരെ സംഖ്യയല്ല നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ലെറ്റേഴ്സിനെ തലതിരിച്ചിടുക എന്നുള്ളതാണ്. റിവേഴ്സ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ പണി. അങ്ങനെയാണെങ്കിൽ റെഡ് ഫോർട്ടിനെ തിരിച്ചിട്ടൊന്ന് നോക്കി നോക്കൂ. ഏതാ വരിക? ഇവിടെ റെഡ് ഫോർട്ടിനെ തിരിച്ചിട്ടാ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ വായിച്ചാലും മതി. റെഡ്, അതായത് ഓരോ ക്വസ്റ്റ്യനിലും ഇങ്ങനെ പോയിട്ട് തിരിച്ചു വായിക്കുക. റെഡ് ഫോർത്ത് കറക്റ്റ് ആണ് അല്ലെ. കറക്റ്റ് ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. നിങ്ങൾക്ക് എല്ലാത്തിനും വായിക്കുമ്പോൾ DER എന്നാ വരുന്നത്, റെഡ് എന്നല്ല വരുന്നത് അല്ലെ. RED അല്ല വരുന്നത്. പക്ഷെ ഇവിടെ റെഡ് വരുന്നുണ്ട്. പക്ഷെ ഫോർട്ട് എന്നുള്ളതിനെ എങ്ങനെ ഇട്ടേക്കണം? ഫ്രണ്ട് നിന്ന് ഇങ്ങോട്ട് ഇട്ടേക്കണം അല്ലെ. അപ്പൊ ബാക്കി എല്ലാ ഓപ്ഷൻ തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് നേരെ തലതിരിച്ചിട്ടിരിക്കുന്നത്. സോ നേരെ തലതിരിച്ചിടുക എന്നുള്ളതാണ് ചെയ്യേണ്ട പണി. ഓക്കെ അല്ലേ? യെസ്, ഇത് റീസണിങ് ആണ് അല്ലെ. നമുക്ക് എത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെ, നമ്മൾ എത്രത്തോളം ഈ പറഞ്ഞ പോലെ ലോജിക്കൽ തിങ്കിങ് ഉള്ള ആളാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ സീരീസ് ആണ്. BJF DKH FMJ HP. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കും വരിക എന്നുള്ളതാണ് ചോദ്യം.
സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഫസ്റ്റത്തെ സംഭവങ്ങൾ മാത്രം നോക്കുക. ഓരോ സാധനത്തിലും BJF ഒരു യൂണിറ്റ് ആണ്, DKH വേറൊരു യൂണിറ്റ് ആണ്, FMJ വേറൊരു യൂണിറ്റ് ആണ്, HPL വേറൊരു യൂണിറ്റ് ആണ്. സോ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഈ ഫസ്റ്റുകൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കുക. B കഴിഞ്ഞ് C കഴിഞ്ഞ് D കൂടിയിരിക്കുന്നു. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ് കൂടിയിരിക്കുന്നത് അല്ലെ? B കഴിഞ്ഞ് C കഴിഞ്ഞ് D കഴിഞ്ഞിട്ടുള്ള സാധനമാണ് കൂടിയിരിക്കണം. അടുത്ത D കഴിഞ്ഞ് F കൂടിയിരിക്കുന്നു. അപ്പോഴും വീണ്ടും എഗെയിൻ രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് കൂടിയിരിക്കുന്നത് അല്ലെ? DE എന്നാണ് കൂടിയിരിക്കുന്നത്. എഫ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം തമ്മിലാണ് കൂടിയിരിക്കുന്നത്. നോക്കിയേ, DEF GH രണ്ടെണ്ണമാണ് കൂടിയിരിക്കുന്നത്. അപ്പൊ ഇനി വീണ്ടും അടുത്തതിൽ എന്താ കൂടിയേണ്ടേ? രണ്ടെണ്ണം കഴിഞ്ഞുള്ള സാധനം കൂടിയാണ് അല്ലെ? അപ്പൊ IJ എന്നുള്ളതാണ് കൂടിയേണ്ടത്. സോ J ഓപ്ഷൻ വരുന്ന രണ്ടെണ്ണം ഇവിടെ വരുന്നുണ്ട്. ബാക്കി രണ്ടും നമുക്ക് K ഓപ്ഷൻ വരുന്ന രണ്ടെണ്ണം കട്ട് ചെയ്യാം. സോ J ആണ് ഫസ്റ്റ് വരിക എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടാമത്തെ സാധനങ്ങൾ തമ്മിലും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ T യും ഇവിടെ Q ആണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്ഥാനത്തിലേക്ക് പോകും. ഓക്കെ, നോക്കൂ, രണ്ടാമത്തെ സാധനങ്ങൾ എങ്ങനെയാണ് കൂടിയിരിക്കുന്നത്? J കഴിഞ്ഞ് K അടുത്തുള്ള സംഖ്യ കൂടിയിരിക്കുന്നത് അല്ലെ? പക്ഷെ ഇവിടെ K കഴിഞ്ഞ് M ആണ് കൂടിയിരിക്കുന്നത്, L അല്ല. ദാറ്റ് മീൻസ് K കഴിഞ്ഞ് L കഴിഞ്ഞ് M. അപ്പൊ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ള സാധനമാണ് കൂടിയിരിക്കുന്നത് അല്ലെ? L M. അടുത്ത് നോക്കൂ, M കഴിഞ്ഞ് P ആണ് കൂടിയിരിക്കുന്നത്, NOP. മൂന്നാമത്തെ സാധനമാണ് കൂടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ രണ്ടാമത്തെ കൂടിയെന്ന് ഇങ്ങനെയാണ്. ആദ്യത്തിൽ ഒന്ന് ഡിഫറൻറ്റിൽ കോഡ് ചെയ്തു, രണ്ടാമത്തേൽ രണ്ട് ഡിഫറൻറ്റിൽ കോഡ് ചെയ്തു, മൂന്നാമത്തേൽ മൂന്ന് ഡിഫറൻറ്റിൽ കോഡ് ചെയ്തു. അപ്പൊ ഇനി അടുത്തതിൽ എത്രയായിരിക്കും ഡിഫറൻറ്റ് വരേണ്ടത്? 4 ഡിഫറൻറ്റിലായിരിക്കും നമ്മൾ ഇവിടെ കോഡ് ചെയ്യേണ്ടി വരും. P കഴിഞ്ഞ് Q R S P. അപ്പൊ ഏതാണ് രണ്ടാമത് വരിക? T ആയിരിക്കും രണ്ടാമത് വരിക. സോ ഇനി നമ്മൾ മൂന്നാമത്തെ സാധനം നോക്കി പോകേണ്ട ആവശ്യമില്ല, കാരണം JT വരുന്ന ഒരു ഓപ്ഷനേ ഇവിടെയുള്ളൂ. സോ JTN ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 20 × 30 ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റിനകത്ത് 7 - 2 + 60. നമ്മളപ്പോ ഇവിടെ എളുപ്പത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പ്ലസും മൈനസും വരുന്ന സാധനങ്ങളെ നമ്മൾ മറ്റേ ഡിവൈഡ് ചെയ്യണം അല്ലെ? +60 മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം അപ്പുറത്തുള്ള. അപ്പൊ അവിടെ ഒരു ബ്രാക്കറ്റിനകത്ത് 7 - 2 വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പോകണ്ട. അപ്പൊ ബാക്കി പുറത്ത് വരുന്ന പ്ലസോ മൈനസിനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോഴും ഇവിടെ ആകെ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ, +60 മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ബോട്ട് മാസ് അപ്ലൈ ചെയ്യണം. ഉള്ളത് +60 അവിടെ നിന്നോട്ടെ, നമുക്ക് ആ കിട്ടുന്ന ആൻസറിന് 60ന്റെ ഒപ്പം കൂട്ടിയാൽ മതി അല്ലെ? മാസ് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഏതാണ് ഇവിടെ ഏറ്റവും ആദ്യം വരുന്നത്? ബ്രാക്കറ്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ 7 - 2 നമ്മൾ ആദ്യം ചെയ്യണം അല്ലെ? അപ്പൊ എങ്ങനെ വരും? 20 × 30 ബൈ 7 - 2 എത്ര വരിക? 5 എന്ന് കിട്ടും അല്ലെ? പിന്നെ +60 അപ്പുറത്തുള്ള അങ്ങനെ തന്നെ ഇട്ടുള്ളൂ കേട്ടോ. +60 അവിടെ കിടക്കട്ടെ. ഇനി ഏത് ചെയ്യണം? ബ്രാക്കറ്റ് കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻറ്റു അല്ല, ഡിവൈഡ് ബൈ ആണ്. അപ്പൊ എന്ത് വരും? 20 × 30/5 എത്ര കിട്ടും? 6 എന്ന് കിട്ടും, പ്ലസ് 60 എന്ന് കിട്ടും. ഇനി 20 × 6 ചെയ്യണം, ഇൻറ്റു ചെയ്യണം. 20 × 6 120, 120 പ്ലസ് 60 180 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് ചെയ്തു, ഡിവൈഡ് ചെയ്തു, ഇൻറ്റു ചെയ്തു, പിന്നെ അതിനോടൊപ്പം പ്ലസ് ചെയ്യാനുള്ളത് പ്ലസ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? അത് സ്ക്വയർ റൂട്ട് ഓഫ് 1.0404 അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ 104.04ന്റെ ക്യൂബ് റൂട്ട് ചെയ്ത പോലെ തന്നെ പോയിന്റ് സംഖ്യകൾ ക്യൂബ് റൂട്ട് ചെയ്ത അതേ കൺസെപ്റ്റിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അവിടെ നിന്നുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. ഏറ്റവും ആദ്യം ഈ പറഞ്ഞ 10,404 പോയിന്റ് ഒഴിവാക്കി നിങ്ങൾ അതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. എത്രയായിരിക്കും വരിക അതിന്റെ സ്ക്വയർ റൂട്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. സോ 2 സ്ഥാനം മാറ്റിയിട്ടാണ് സ്ക്വയർ റൂട്ട് കാണുമ്പോൾ കോമ ഇടേണ്ടത്. ക്യൂബ് റൂട്ട് ആകുമ്പോൾ 3 സ്ഥാനം മാറ്റി ഇടണം. ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 4 വരുന്ന ഏതിന്റെയൊക്കെയാണ്? 2ന്റെയും വരുന്നുണ്ട്, 8ന്റെയും വരുന്നുണ്ട്. 2ന്റെ സ്ക്വയറിൽ 4 വരുന്നുണ്ട്, 8ന്റെ സ്ക്വയർ 64, അവസാനത്തെ ഡിജിറ്റ് 4 ആണ് വരുന്നത്. 2 ഇട്ട് എഴുതി വെച്ചു. ദെൻ ഈ കോമയ്ക്ക് ഇപ്പുറത്തുള്ള 104 നമ്മൾ ഒന്നിച്ച് വായിച്ചു. 104 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 8ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 ആണ് അല്ലെ? ഇവിടെ 10 എന്ന് എഴുതി വെച്ചു. ഇവിടുത്തെ ആൻസർ ഒന്നുകിൽ 102 ആകാം, അല്ലെങ്കിൽ 108 ആകാം അല്ലെ? 100ഉം 2ഉം ചേർന്നിട്ടുള്ള 102, 10ഉം 8ഉം ചേർന്നിട്ടുള്ള 108 ആവാം. 102 ആണോ 108 ആണോ എന്ന് ഓപ്ഷനിൽ നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, എല്ലാവിടെയും 102 എന്നുള്ള സാധനം മാത്രമേ കാണുന്നുള്ളൂ അല്ലെ? അപ്പൊ എന്തായാലും 12.2 അല്ല, 1.22 എന്ന് നമുക്ക് അവിടെ ഉറപ്പിക്കാം. കാരണം പോയിന്റ് ഇട്ടാൽ പോലും, ഇതിനിടയ്ക്ക് എവിടെയെങ്കിലൊക്കെ പോയിന്റ് ഇട്ടാൽ പോലും എന്ത് വരില്ല? 1.22 എന്നോ 12.2 എന്നുള്ളതോ 102നെ വായിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വായിക്കാൻ പറ്റാം ഒന്നുകിൽ 1.02 എന്നാണ്, 10.2 എന്നുള്ളത്. 102 ആണെന്ന് ഉറപ്പാണ്.
പിന്നെ നമ്മൾ 105ന്റെ സ്ക്വയർ ഒന്നും എടുത്ത് കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, 108 അല്ല എന്നുള്ള ഉറപ്പാണ്. സോ 102 എന്നുള്ളത് കിട്ടി. ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോ നമ്മുടെ ക്വസ്റ്റ്യനില് പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങളാണോ ഉള്ളത് അതിനെ 2 വെച്ച് ഹരിക്കണം. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 3 വെച്ച് ഹരിച്ചു, 2 വെച്ച് ഹരിക്കണം. കാരണം സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ റേസ് ടു 2 എന്നല്ലേ നമ്മൾ എഴുതണം, വെച്ചാണ് ഹരിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങളാണ്? 4 സ്ഥാനങ്ങളുണ്ട് അല്ലെ. ഒരു 0, പിന്നെ 4, പിന്നെ 0, പിന്നെ 4 സ്ഥാനങ്ങളുണ്ട്. അപ്പൊ ആൻസറിൽ എത്ര സ്ഥാനം മതി? 4 പകുതിന്ന് എടുത്താലും മതി കേട്ടോ. ഇവിടെ കാരണം 4നെ 2 കൊണ്ട് ഹരിക്കാന്ന് വെച്ചാൽ 2 തന്നെയാണല്ലോ. അപ്പൊ 2 സ്ഥാനം വരണം പോയിന്റിന് ശേഷം. അപ്പൊ ഈ 102ലെ പോയിന്റിന് ശേഷം 2 സ്ഥാനങ്ങൾ വരണമെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണ്ടേ? 1.02 എന്നായിരിക്കും ഞാൻ ഇവിടെ എഴുതേണ്ടി വരിക. സോ ഇവിടുത്തെ ആൻസർ 1.02 ആണ്. ഈ 10.2ന്റെ ആൻസർ എത്രയായിരിക്കും? അപ്പോ 104.04 ആയിരിക്കും. കാരണം 10.2നകത്ത് പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ്. അപ്പൊ അതിന്റെ സ്ക്വയർ കാണുമ്പോൾ പോയിന്റിൽ 2 സ്ഥാനങ്ങൾ വരാം. നേരെ തിരിച്ച് 104.04. അപ്പൊ അങ്ങനെയല്ലേ, 104.04 പോയിന്റിന് ശേഷം 2 സ്ഥാനം വരും, ആൻസറിൽ ഒരു സ്ഥാനം എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആവണം. ഓക്കെ, അത് അങ്ങനെയായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതേ ചോദ്യം ഇങ്ങനെ വന്നാലോ, സ്ക്വയർ റൂട്ട് ഓഫ് 0.10404 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം എത്ര സ്ഥാനം നോക്കിക്കേ? 1, 2, 3, 4, 5, 6. അപ്പൊ 6 സ്ഥാനമാണ് അല്ലെ. ഇപ്പൊ ആൻസറിൽ 6ന്റെ പകുതി എത്ര സ്ഥാനം വേണം? 3 സ്ഥാനം വേണം. ദാറ്റ് ഈസ് 102ൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. ദാറ്റ് ഈസ് 0.102 ആയിരിക്കും ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഡിവൈഡർ ബൈ ഉണ്ട്, മുകളിൽ ഒരു സംഖ്യ ഉണ്ട് അല്ലേ. അപ്പോ ആ സംഖ്യയിൽ പക്ഷെ മുകളിലെ സംഖ്യയിൽ പക്ഷെ പ്ലസ് ഡിവൈഡർ ബൈ ഇൻറ്റു ഒക്കെ വന്നു പോകും. നമ്മൾ അവിടെ ആദ്യം എന്താ അപ്ലൈ ചെയ്യണം? മുകളിൽ മാത്രം എന്താ അപ്ലൈ ചെയ്യണം? ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് അറിയാം അവിടെ ബൈ ആണ്, ഡിവൈഡർ ബൈ ആണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. സോ 12 പ്ലസ് 15/5 എത്രയാ നമുക്ക് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ. 3 ഇൻറ്റു 3 എന്ന് കിട്ടും. ഡിവൈഡഡ് -3. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഇൻറ്റു ആണ് ഞാൻ അടുത്തായിട്ട് ചെയ്യേണ്ടത്. സോ 12 പ്ലസ് 3 ഇൻറ്റു 3 9 ഡിവൈഡഡ് ബൈ -3 എന്ന് കിട്ടും. സോ ഇവിടെ ഈ ഒരു ഡിവൈഡഡ് ബൈ -3 കണ്ടത് കൊണ്ട് അത് ഡിവിഷൻ അല്ലേ, സോ ഞാൻ ഡിവിഷൻ അല്ലേ ആദ്യം ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ട് എല്ലാവർക്കും വരും. പക്ഷെ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഡിവൈഡഡ് ബൈ, ഇങ്ങനെ ഹോൾ ഡിവൈഡഡ് ബൈ ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസിൽ മുകളിലെ സാധനങ്ങൾ ചെയ്ത് താഴത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ഒരു ഫൈനൽ ആൻസർ ഉണ്ടാവില്ലേ, മുകളിൽ ഒരു ഫൈനൽ ആൻസർ വരും, താഴെ ഒരു ഫൈനൽ ആൻസർ വരും, അതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഹോൾ ഡിവൈഡർ ബൈ വരുന്ന കേസിൽ അപ്പൊ ഇവിടെ എത്ര കിട്ടും? 12 പ്ലസ് 9 21/-3 എന്ന് കിട്ടും. 21/-3 എത്ര കിട്ടാം? പോസിറ്റീവ് ബൈ നെഗറ്റീവ്, നെഗറ്റീവ് ആയിരിക്കും. 21/3 7 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് -7. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോ മുകളിലും താഴെയും ഇങ്ങനെ കുറെ പ്ലസും മൈനസും ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ തന്നിട്ട് ഒരു ഭിന്നസംഖ്യാ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ശരിക്കും ഇത് ഡിവൈഡർ ബൈ ആണ്, പക്ഷെ ഹോൾ ഡിവൈഡർ ബൈ ആയതുകൊണ്ട് മുകളിലെ സെപ്പറേറ്റ് ചെയ്യാം, താഴത്തെ സെപ്പറേറ്റ് ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന ആൻസേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇവിടെ ബ്രാക്കറ്റ് ബ്രാക്കറ്റ് ആണ് അല്ലെ, കുറെ ബ്രാക്കറ്റുകൾ തന്നിരിക്കുന്നു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്ത എന്താണ്? 26 മൈനസ് എന്ന് എഴുതി, പിന്നെ ഒരു വലിയ ബ്രാക്കറ്റ് ആണ് 5 പ്ലസ് 12 അല്ലെ, അവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, മൈനസ് വീണ്ടും ഉള്ളിൽ ഒരു ബ്രാക്കറ്റ് -3 അല്ലെ. എന്നിട്ട് എല്ലാ ബ്രാക്കറ്റുകളും നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്നു, +7 എഴുതും. ഇവിടെ നമുക്കറിയാം ബ്രാക്കറ്റ് ആണ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോ വലിയ ബ്രാക്കറ്റിനുള്ളിലേക്ക് പോകുമ്പോൾ അതിനകത്തും പിന്നെ കുറെ ബ്രാക്കറ്റ് ഒക്കെ വന്നിരിക്കുന്നു അല്ലെ. ഇപ്പോഴും ബ്രാക്കറ്റുകൾക്കുള്ളിൽ ഇങ്ങനെ ബ്രാക്കറ്റുകൾ വരികയാണെങ്കിൽ ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ള ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഇതാണ്, 12 - 3 ആണ് ചെയ്യേണ്ടത്. ഇപ്പോഴും ബ്രാക്കറ്റ് നമ്മൾ കളയുക ഒരു സിംഗിൾ ആൻസർ കിട്ടുമ്പോഴാണ്, ഒറ്റ സിംഗിൾ ആൻസർ ആയിട്ട് നമുക്ക് അതിനെ കിട്ടുമ്പോഴാണ് ബ്രാക്കറ്റ് നമ്മൾ കളയാം. നമ്മളിവിടെ 26 മൈനസ് വലിയ ബ്രാക്കറ്റ് നമുക്ക് കളയാനായിട്ടില്ല, 5 പ്ലസ് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് നമുക്ക് കളയാനായിട്ടില്ല, 12 മൈനസ് ഇത് നമ്മൾ ചെയ്യുമ്പോൾ 12 - 3 9 എന്ന് പറയുന്ന ഒരു സിംഗിൾ ആൻസർ കിട്ടും അല്ലെ. പിന്നെ ഇനി ആ കേളി ബ്രാക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല, ഈ ബ്രാക്കറ്റിന്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, 12 - 9 എന്ന് എഴുതാം, എന്നിട്ട് മറ്റേ ബ്രാക്കറ്റ് ഇടും, ഈ ബ്രാക്കറ്റ് ഇടും. ഓക്കെ, +7 എന്ന് എഴുതാം. ഇനി നമ്മൾ നോക്കിയപ്പോൾ ഇതാ ബ്രാക്കറ്റിനുള്ളിലേക്ക് പോകും, അതിനകത്ത് വേറൊരു ബ്രാക്കറ്റ് വന്നിരിക്കുന്നു. സോ ആ 12 - 9 ആണ് അടുത്തതായിട്ട് ഞാൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ 26 മൈനസ് വലിയ ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ടില്ല, 5 പ്ലസ്
12 - 9 എന്നുള്ളത് നമുക്കൊരു സിംഗിൾ ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട് 3. നമുക്ക് ഏത് ബ്രാക്കറ്റും ക്ലോസ് ചെയ്യാം? ഈ സ്ക്വയർ ബ്രാക്കറ്റും ക്ലോസ് ചെയ്യാം. ഇനി മറ്റേ ബ്രാക്കറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ അല്ലെ? +7 കിട്ടി. ഇനി നമുക്ക് ഇവിടെ ബ്രാക്കറ്റിനകത്തേക്ക് പോകുമ്പോൾ 5+3 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് എഴുതാം 26 - 5+3 എത്രയാ? 8 +7 എന്ന് കിട്ടി. അപ്പൊ നോക്കൂ, എല്ലാ ബ്രാക്കറ്റും പോയില്ലേ? ഇനി മൈനസും പ്ലസും മാത്രമല്ലേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാം. ഇൻറ്റു ഡിവിഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തു വരാം. സോ 26 - 8 18 18 +7 എത്ര കിട്ടാ? 25 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക അല്ലെ? സോ ഇവിടുത്തെ ആൻസർ എത്രയാ? 25. ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റ് വന്ന ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ആണ് നിങ്ങൾ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി ഈ ബ്രാക്കറ്റിനകത്തും പ്ലസും മൈനസും ഒക്കെ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സെപ്പറേറ്റ് ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. ഒരു സിംഗിൾ ആൻസർ കിട്ടുന്നത് വരെ, ഒരൊറ്റ സിംഗിൾ ആൻസർ കിട്ടുന്നത് വരെ ഏത് ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞു. 5 പ്ലസ് ഒരു ബ്രാക്കറ്റ് 12 ഇൻറ്റു 4/2 പ്ലസ് 3 ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്കറിയാം ആദ്യം ഈ ബ്രാക്കറ്റ് ആണ് ഞാൻ ഓപ്പൺ ചെയ്യേണ്ടത്. സോ ഇതില് ഞാൻ 5 പ്ലസ് എഴുതി, എന്നിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ നോക്കിയപ്പോൾ ഇൻറ്റു ഡിവൈഡഡ് ബൈ പ്ലസ് ഇതൊക്കെ കിടക്കുന്നു അല്ലെ? ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ സെപ്പറേറ്റ് ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഡിവൈഡഡ് ബൈ ആണ് ആദ്യം ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ അതേപോലെ തന്നെ എഴുതണം. 12 ഇൻറ്റു 4/2 എത്രയാ? 2 + 3 എന്ന് വരും. ഇപ്പോഴും നമ്മുടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടില്ല, കാരണം സിംഗിൾ ആൻസർ കിട്ടിയിട്ടില്ല. ഓക്കെ, വീണ്ടും 5 പ്ലസ് നമ്മൾ എന്ത് ചെയ്തു? ഇനി ബ്രാക്കറ്റിനുള്ളിൽ നോക്കിയപ്പോൾ ഇൻറ്റു ഉണ്ട് പ്ലസും ഉണ്ട്. അതിൽ ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ഇൻറ്റു ആണ് അല്ലെ? അപ്പൊ 12 ഇൻറ്റു 2 നമ്മൾ ചെയ്തു, 24 എന്ന് കിട്ടി. വീണ്ടും ഒരു +3 ഉണ്ട്. സോ ഇനി നമ്മൾ നോക്കുമ്പോൾ 24 + 3 മാത്രമേ ബ്രാക്കറ്റിനകത്തുള്ളൂ. അതിനൊരു സിംഗിൾ ആൻസർ നമുക്ക് കിട്ടും അല്ലെ? നമുക്ക് ബ്രാക്കറ്റ് ഇല്ലാണ്ടാക്കി 27 എന്ന് എഴുതും. 5 + 27 32 എന്നായിരിക്കും. ഓക്കെ, ബ്രാക്കറ്റിനുള്ളിൽ കുറെ ഇൻറ്റു ഡിവിഷൻ ഹരണം മൈനസ് പ്ലസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ബോർഡ് മാസ് ബ്രാക്കറ്റിനുള്ളിലും അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? സോ ബ്രാക്കറ്റിന്റെ കേസ് ഏകദേശം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, ഇവിടെ ഓഫ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഇവിടുത്തെ ചോദ്യം അനുസരിച്ച് 10 പ്ലസ് 6 ഡിവൈഡഡ് ബൈ 2 ഓഫ് 3 അല്ലെ -4 എന്നാണ് വരിക. അപ്പൊ ഇവിടുത്തെ ചോദ്യത്തില് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബ്രാക്കറ്റിൽ ഓഫ് ഉണ്ട് അല്ലെ? 2 ഓഫ് 3 ഉണ്ട്. സോ 2 ഓഫ് 3 നമ്മൾ ആദ്യം ചെയ്യണം. ഓക്കെ, 2 ഓഫ് 3 എത്രയാണ്? 2 ഇൻറ്റു 3 തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഓഫ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. സോ അതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 2 × 3 നമുക്ക് ചെയ്യാം. 2 × 3 എത്ര വരിക? 2 × 3 നമുക്ക് ചെയ്യാം. അപ്പൊ 2 × 3 എത്ര വരിക? 6 ഡിവൈഡഡ് ബൈ 2 × 3 എത്ര വരും? 6 എന്ന് വരും അല്ലെ? -4 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യണം. 6/6 ചെയ്യണം അല്ലെ? അപ്പൊ 10 പ്ലസ് 6/6 എത്രയാണ്? 1 ആണ് വരിക അല്ലെ? -4 എന്ന് വരും. അപ്പൊ 10 1 11 11 4 പോയാൽ എത്ര കിട്ടാ? 7 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയിപ്പോ ഇത് ഓഫ് അല്ല, അവിടെ ഇൻറ്റു ആയിരുന്നു എന്ന് നമുക്കൊന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ആൻസർ? 6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 -4 ആയിരുന്നു എന്ന് വിചാരിക്കാം. ഓഫ് തന്നില്ല എന്ന് വിചാരിക്കാം. ഓഫ് തരുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓഫ് തന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്. ഓഫിൽ ബ്രാക്കറ്റിൽ പിന്നെ ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലെ? ബ്രാക്കറ്റിൽ ഓഫിൽ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. സോ 10 പ്ലസ് 6/2 നമുക്കറിയാം 3 ആണ്. സോ 3 ഇൻറ്റു 3 -4 എന്ന് കിട്ടും. ഇനി ഞാൻ ചെയ്യേണ്ടത് ഏതാണ്? ഇൻറ്റു ആണ്. അപ്പൊ 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും. സോ 10 പ്ലസ് 9 -4 എന്നാ കിട്ടാം. എത്ര കിട്ടാം? 10 പ്ലസ് 9 19 9 - 4 15 എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുക. ശരിക്കും ഓഫ് വന്നപ്പോ എത്രയായിരുന്നു ആൻസർ? 7 ആയിരുന്നു. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓഫ് ആദ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അതാണ്. സോ ഓഫ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഓഫ് എന്ന് പറഞ്ഞ ഒരു സാധനം തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, ഫ്രാക്ഷൻസ് അല്ലെ? 2/5 പ്ലസ് 3/5. ഫ്രാക്ഷൻസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഫ്രാക്ഷന് നമ്മൾ എപ്പോഴും A/B ഫോമിലാണ് ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക അല്ലെ? എ എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുന്ന സ്ഥാനത്തിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് വായിക്കും. ഓക്കെ, താഴെ എഴുതുന്ന ബിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. ഓക്കെ, മുകളിൽ എഴുതുന്ന എനെ നമ്മൾ ന്യൂമറേറ്റർ എന്നും താഴെ എഴുതുന്ന ബിനെ നമ്മൾ ഡിനോമിനേറ്റർ എന്നുമാണ് വിളിക്കുക. ന്യൂമറേറ്റർ മുകളിലുണ്ട്, താഴെ ഡിനോമിനേറ്റർ ഉണ്ട്. സോ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സിലായി കാര്യമാണ്. രണ്ട്
ഫ്രാക്ഷൻസിനെ തമ്മിൽ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ വന്നാൽ, ഇൻറ്റു ചെയ്യാനോ ഡിവൈഡ് ചെയ്യാനോ വേറെ മെത്തേഡാണ്. പക്ഷെ പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യാനോ വന്നാൽ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റേഴ്സിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഡിനോമിനേറ്റേഴ്സ് നോക്കുമ്പോൾ എത്രയാണ്? രണ്ട് ഭാഗത്തും 5 ആണ് അല്ലെ? രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ, എടുത്തു പറയുന്നു, രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ആൻസറിലെ ഡിനോമിനേറ്റർ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ 5 ആയതുകൊണ്ട് ആൻസറിലെ ഡിനോമിനേറ്റർ എന്തെന്ന് എഴുതാം? 5 എന്ന് എഴുതാം. എന്നിട്ട് ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ ഇവിടെ എന്താണോ ചെയ്യാൻ പറഞ്ഞേക്കണം അത് ചെയ്തു വെക്കാം. പ്ലസ് ആണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ പ്ലസ് ചെയ്ത് വെക്കാം, മൈനസ് ആണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ മൈനസ് ചെയ്ത് വെക്കാം. ഇൻറ്റുവിനും ഡിവിഷനും വേറെ മെത്തേഡാണ്. അപ്പൊ പ്ലസ് ആണെങ്കിൽ പ്ലസ് ചെയ്ത് വെക്കാം, മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പറഞ്ഞേക്കണേ? പ്ലസ് അല്ലേ ചെയ്യാൻ പറഞ്ഞേക്കണേ? ഇപ്പൊ 2 + 3. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് തന്നെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. ന്യൂമറേറ്റേഴ്സിനെ തമ്മിൽ പ്ലസ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ പ്ലസ് ചെയ്ത് എഴുതാം, മൈനസ് ചെയ്യാനാ പറഞ്ഞെങ്കിൽ മൈനസ് ചെയ്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതാം. അപ്പൊ എത്ര വരിക? 2 + 3 5/5. 5/5 ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. 7/5 മൈനസ് 5/7. ഓക്കെ, അടുത്ത മൈനസ് ആണ് വന്നേക്കണം. മൈനസ് ചെയ്യാനും ഇത് തന്നെയാണ് മെത്തേഡ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. ഒന്ന് 5 ആണ്, അടുത്തത് 7 ആണ്. അല്ലേ? 5ഉം 7ഉം ആണ്. ഡിനോമിനേറ്റേഴ്സ് നോക്കിയപ്പോൾ സെയിം അല്ല. പിന്നെയുള്ള അടുത്ത മെത്തേഡ് ആണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇങ്ങനെ തന്നെ ക്രോസ് ചെയ്യണം. ദാറ്റ് മീൻസ് ആദ്യത്തിന്റെ ന്യൂമറേറ്ററിന് രണ്ടാമത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? 7 × 7. എന്നിട്ട് ഇവിടെയുള്ള ചിഹ്നം മൈനസ് ആണെങ്കിൽ മൈനസ് ഇട്ട് എഴുതുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് എഴുതുക. അതായത് ആ ഭിന്നസംഖ്യകൾ എന്താണോ ചെയ്യാൻ പറഞ്ഞത് ഇടുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. അടുത്ത് തിരിച്ചു ഗുണിക്കാം, 5 × 5. അപ്പൊ ക്രോസ് ആയില്ലേ? 5 × 5 ഗുണിച്ചു, ഡിവൈഡഡ് ബൈ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. 5 × 7 ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതും. അപ്പൊ എത്ര കിട്ടുക? 7 × 7 49 മൈനസ് 5 × 5 25 ഡിവൈഡഡ് ബൈ 5 × 7 എത്രയാ? 35. 25 കുറയ്ക്കാം, എത്ര കിട്ടും? 24/35 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള മെത്തേഡ്. ആദ്യത്തിന്റെ ന്യൂമറേറ്ററും രണ്ടാമത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് അവിടെ മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതി, പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതി, തിരിച്ചു ഗുണിക്കുക. ആദ്യത്തിന്റെ ഡിനോമിനേറ്ററിനെ രണ്ടാമത്തിന്റെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സിനെ തമ്മിൽ ഗുണിച്ച് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം. തിരിച്ചു ഗുണിച്ചാൽ തെറ്റിപ്പോകും. 5 × 5 ആദ്യം ഗുണിച്ച് 25 മൈനസ് 49 എഴുതിക്കാൻ മൈനസ് 24 എന്നാ വരിക. അപ്പൊ അത് തെറ്റില്ലേ? അപ്പോൾ ആദ്യത്തിന്റെ ന്യൂമറേറ്ററിനെ രണ്ടാമത്തിന്റെ ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ ഗുണിക്കണം എന്നുള്ള കേസ് മനസ്സിലായി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ബിലോ ഇസ് എ പ്രോപ്പർ ഫ്രാക്ഷൻ എന്നുള്ളതാണ്. ഫ്രാക്ഷൻസിനെ ശരിക്കും നമ്മൾ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഫ്രാക്ഷൻ ആണ് പ്രോപ്പർ ഫ്രാക്ഷൻ, രണ്ടാമത്തതാണ് ഇംപ്രോപ്പർ, ആൻഡ് മൂന്നാമത്തത് മിക്സ്ഡ് ഫ്രാക്ഷൻ. ഓക്കെ, യെസ്, ഇതില് പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, പ്രോപ്പർ ഫ്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ A/B ഫോമിലാണ് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ മുകളിൽ എഴുതുന്ന ന്യൂമറേറ്റർ ചെറുതായിരിക്കും. ഓക്കെ, മുകളിൽ എഴുതുന്ന ന്യൂമറേറ്റർ താഴെ എഴുതുന്ന ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കും. ഡിനോമിനേറ്റർ വലുത്, ന്യൂമറേറ്റർ ചെറുതുമായിട്ടുള്ള സ്ഥാനത്തെയാണ് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ വിളിക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്, മുകളില് ഏതായിരിക്കും? വലുതും താഴെ ചെറുതുമായിരിക്കും. അതായത് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള സ്ഥാനത്തെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ 5.5, 7.4, 8, 1/3 ഇങ്ങനെയൊക്കെ എഴുതില്ലേ? 2/3, 1/3 ഇങ്ങനെയൊക്കെ എഴുതില്ലേ? ഇതിനെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. അപ്പൊ അവിടെ എന്താന്ന് ചോദിച്ചാൽ ഒരു ഹോൾ നമ്പറും ഉണ്ടാവും, 5, 7, 8 എന്നൊക്കെ പറയുന്ന ഒരു ഹോൾ നമ്പറും ഉണ്ടാവും. അതിനോടൊപ്പം ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ഹോൾ നമ്പറും പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ചേരുന്ന രൂപത്തെയാണ് നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഈ മൂന്ന് ഫ്രാക്ഷൻസും ക്ലിയർ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് ആലോചിച്ച് നോക്കി. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ ചെറുത്, താഴെ വലുത്. യെസ്, 7/5 പ്രോപ്പർ ഫ്രാക്ഷൻ ആണോ? മുകളിൽ വലുതും താഴെ ചെറുതുമാണ്? അല്ല, അല്ലെ? 11/15, യെസ്, 11/15 ആയിരിക്കും ഇവിടുത്തെ പ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോ ഏകദേശം ഈ പറഞ്ഞ ഇപ്രാവശ്യം ഇട്ട എക്സാമിനുള്ള ചോദ്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം എല്ലാം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കമന്റ് ആയിട്ട് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറഞ്ഞു. അടുത്ത വീഡിയോയിൽ
അടുത്ത ടെസ്റ്റ് പേപ്പറിന്റെ ഡീറ്റെയിൽസുമായിട്ട് കണ്ടുപിടിക്കും. അപ്പൊ അതുവരേക്കും താങ്ക് യു വെരി മച്ച്.